കേവലം കണക്കുകളിലാണ്. ആ കണക്കുകളിലുള്ള പണം യഥാർത്ഥത്തിൽ കേവലം ഡെറിവേറ്റീവ്സിനെ മാത്രം സൃഷ്ടിക്കുകയും യഥാർത്ഥത്തിൽ ഉള്ള മൂല്യവത്തായ സമ്പത്ത് സൃഷ്ടിക്കപ്പെടാതിരിക്കുകയും ചെയ്യും. അത് സ്വാഭാവികമായും ലോകത്തിന്റെ സമ്പദ്ഘടനയെ ബാധിക്കും. എന്തുകൊണ്ടെന്നാൽ അവിടെ ഒന്നുമില്ല, വെറുതെ ഉണ്ടാക്കി വെച്ച ചീട്ട് കൊട്ടാരം മാത്രമാണ്. ആ ചീട്ടാണ് കൊട്ടാരാണ് തിരിച്ചറിയുന്നതോടുകൂടി അത് കാറ്റ് വന്നാൽ പൊളിഞ്ഞു പോകും. അതാണ് സംഭവിച്ചത്. അപ്പോ യഥാർത്ഥത്തിൽ ഇസ്ലാമിക് എക്കണോമിക്സ് പോലും പൂർണ്ണമായും പ്രായോഗികമായ രൂപത്തിലുള്ള ഒരു ഇസ്ലാമിക് എക്കണോമി, ഒരു ഇസ്ലാമിക് ബാങ്കിങ്ങും ലോകവ്യാപകമായി നടക്കണമെങ്കിൽ ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക് നാം തിരിച്ചു പോകേണ്ടി വരും. അതിന്ന് എളുപ്പവുമാണ്. ഇന്ന് ആരുടെ കയ്യിലും പണമില്ല, ഇന്ന് കാർഡാണ്. ഈ കാർഡിന്റെ ബേസിസ് ഗോൾഡിന്റെ തലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയും ആ കാർഡിലെ ട്രാൻസാക്ഷൻസ് ഗോൾഡിന്റെ അടിസ്ഥാനത്തിലാക്കാൻ കഴിയുകയും ചെയ്താൽ എല്ലായിടത്തുമുള്ള മനുഷ്യർക്ക് ഒരേപോലെ ഗ്ലോബലൈസേഷനിൽ പറയാവുന്ന ഏറ്റവും വലിയ ഗുണം ഈ എല്ലായിടത്തുള്ള ആളുകൾക്കുള്ള ട്രാൻസാക്ഷൻസ് കഴിയുമെന്നുള്ളതാണ്. ഇത് ഏറ്റവും സുഗമമായി കഴിയും. എങ്ങനെ കഴിയും? ലോകത്തെവിടെയും മണി എക്സ്ചേഞ്ചുകളുടെ ആവശ്യമില്ലാത്ത അവസ്ഥയുണ്ടാകും. മണി എക്സ്ചേഞ്ച് ഇല്ല, വേണ്ട, സ്വർണമാണ്. സ്വർണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്. സ്വർണത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വെള്ളിയുടെ അടിസ്ഥാനത്തിലോ കാര്യം നിശ്ചയിക്കപ്പെടുന്നതിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോയത് അത് കൊണ്ടു നടക്കാനുള്ള പ്രയാസം കൊണ്ടായിരുന്നു. അങ്ങനെയാണ് നോട്ടുണ്ടാകുന്നത്. പക്ഷെ ഇന്ന് കാലം മാറി. ഇന്ന് രണ്ടും ആവശ്യമില്ല എന്നതായി. കാർഡുകളിലായി. ആ കാർഡുകൾ ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക് മാറ്റാൻ കഴിഞ്ഞാൽ അതായിരിക്കും ലോകത്ത് സാമ്പത്തിക രംഗത്ത് നടക്കാൻ പോകുന്ന വലിയൊരു വിപ്ലവം. പക്ഷേ പൂച്ചക്കാര് മണികെട്ടുമെന്നതാണ് പ്രശ്നം. നമുക്ക് യൂറോ വേണമോ ഡോളർ വേണമോ എന്ന് ചിന്തിക്കുവാൻ മാത്രമാണ് പലപ്പോഴും ലോകത്ത് ഏറ്റവും കൂടുതൽ ഇത്തരം സാമ്പത്തിക രംഗത്ത് സ്റ്റെബിലിറ്റി, ഒരു സ്ഥിരത്വം അവകാശപ്പെടാൻ കഴിയുന്ന രാജ്യങ്ങളിൽ ഭരണാധികാരികളുടെ ചിന്തയിൽ പോകുന്നത്. പ്രശ്നം അവിടെയാണ്. യഥാർത്ഥത്തിൽ പെട്രോളും സ്വർണവും മാത്രമാണ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട മൂല്യവർദ്ധിത വസ്തുക്കൾ, നിലക്കാത്ത വസ്തുക്കൾ. ഇത് രണ്ടിന്റെയും അക്ഷയഖനികൾ, ഉള്ളിടങ്ങൾ. തീർച്ചയായും ഈ രംഗത്ത് ഒരു കാൽവെപ്പ് നടത്തിയാൽ അതൊരു മഹാവിപ്ലവമാകും. ഇനി ഈ രംഗത്തുണ്ടാകുന്ന പിന്നീടുള്ള പ്രശ്നം തീർച്ചയായും മാർക്കറ്റിംഗിൻ്റെതാണ്. പിന്നീടുണ്ടായ പ്രശ്നം മാർക്കറ്റിംഗിൻ്റെതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ക്രെഡിറ്റ് വ്യാപകമായി, ക്രെഡിറ്റ് സൃഷ്ടിക്കലായി, ക്രെഡിറ്റ് ക്രിയേഷൻ. എന്തിനാ ആളുകൾ ക്രെഡിറ്റ് വാങ്ങണേ? സാധനം വാങ്ങണം. സാധനം വാങ്ങണമെങ്കിൽ എന്ത് വേണം? വാങ്ങിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? അത് വേണമെന്ന് തോന്നിപ്പിക്കണം. വേണമെന്ന് തോന്നിപ്പിക്കണമെങ്കിൽ ആവശ്യമില്ലാത്ത സാധനത്തെ വേണമെന്ന് തോന്നിപ്പിക്കുന്ന കലയുടെ പേരാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്നത് ഇന്നൊരു സയൻസാണ്. ഇന്ന് ലോകത്തെ യൂണിവേഴ്സിറ്റികൾ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ മുതലാളിത്തത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നിങ്ങൾ നോക്കുക. അവിടെ ലഹരി ഉണ്ടാകും, അവിടെ പെണ്ണുണ്ടാകും, അവിടെ സൗന്ദര്യമുണ്ടാകും, അതേപോലെ തന്നെ ലോട്ടറിയും അതേപോലെ തന്നെ പലിശയും ഇല്ലാതിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇവിടെ ആവശ്യമില്ലാത്തൊരു സാധനം, നീഡല്ലാത്തൊരു സാധനം വാണ്ട് ആക്കി മാറ്റുക എന്നതാണ് മാർക്കറ്റിംഗിന്റെ സമർത്ഥമായ ശൈലി. അതുവഴി നമ്മൾ എല്ലാ തരത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങളും തകരും. ഇവിടെ മാർക്കറ്റിംഗിനെ സ്നിഗ്ധമാക്കാൻ ഉപയോഗിക്കുന്നത് എക്കാലഘട്ടത്തിലും മനുഷ്യർ തമ്മിൽ നിർവഹിച്ചു പോന്ന ഏറ്റവും നല്ല ധാർമ്മിക സമൂഹത്തിന്റെ നിലനിൽപ്പിനാവശ്യമായ കാര്യങ്ങളുടെ ബലികഴിക്കലാണ്. ഇവിടെ തന്നെ നിങ്ങൾ നോക്കുക, എന്താണ് ഇതിന്റെ എല്ലാം ചോദകം? വസ്തു വാങ്ങിക്കുന്നതിന്റെ ചോദകം എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഇത് വാങ്ങണേ? എനിക്ക് ആവശ്യം ഉണ്ടായിട്ടാണോ? ആവശ്യമല്ല, മറിച്ച് എന്റെ ആവശ്യമല്ല, മറിച്ച് അവരന്റെ അസൂയയാണ് എന്റെ ആവശ്യം നിർണ്ണയിക്കുന്നത്. ഇതാണ് മുതലാളിത്തത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. 1980കളിലാണ് നമ്മുടെ നാട്ടിൽ TV വ്യാപകമായത്. അക്കാലഘട്ടത്തിൽ ടെലിവിഷനിൽ വന്നൊരു പരസ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഓനിഡ ടിവിയുടെ പരസ്യം. അത് പരസ്യം കാണുന്ന ആളുകൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ മറ്റു പരസ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്
ഒരു പിശാചും കൊമ്പും എല്ലാം കൂടിയുള്ള ഒരു സാധനത്തിന്റെ പരസ്യമായിരുന്നു. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്. മറിച്ച് ആ പരസ്യത്തിൽ പറഞ്ഞിരുന്നത് ഒനിഡ TV നൈബേഴ്സ് എൻവി ഓണേഴ്സ് പ്രൈഡ് എന്നാണ്. യഥാർത്ഥത്തിൽ മാർക്കറ്റിംഗ് എന്ത് എന്ന് ഒനിഡ TV പഠിപ്പിക്കുകയായിരുന്നു. 1984 85 ആണെന്ന് തോന്നുന്നു അവർക്ക് ഏറ്റവും നല്ല പരസ്യത്തിനുള്ള അവാർഡ് ലഭിക്കുകയും ചെയ്തു. നൈബേഴ്സ് എൻവി ഓണേഴ്സ് പ്രൈഡ്. ഇതാണ് വസ്തു വാങ്ങുവാനുള്ള നമ്മുടെ പ്രചോദകം. എന്തിനു വാങ്ങണം? എനിക്കാവശ്യമുണ്ടായിട്ടല്ല, എന്റെ അഭിമാനമായി തീരാൻ, ഒപ്പം തന്നെ അയൽക്കാരന്റെ അസൂയയായി തീരാൻ. അയൽക്കാരന്റെ അസൂയയിലാണ് എന്റെ അഭിമാനം സ്ഥിതി ചെയ്യുന്നത്. അയൽക്കാരൻ അസൂയപ്പെടുമ്പോഴാണ്, എന്നിൽ ആഗ്രഹിക്കുമ്പോഴാണ് എനിക്ക് ഉയരാൻ കഴിയുന്നത്. എന്റെ അഭിമാനവും എന്റെ സ്ഥാനവും അയൽക്കാരന്റെ അസൂയയിലും അയൽക്കാരന്റെ കണ്ണുകളിലുമാണ് എന്നുള്ള ധാരണ. ഇത് മാർക്കറ്റിംഗിന്റെ വളരെ സമർത്ഥമായ സ്ട്രാറ്റജിയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അൽ ഹാക്കുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഖുർആനിലെ 102-ാമത്തെ അധ്യായം സൂറത്തുൽ തകാസുറിലെ 1-2 വചനങ്ങൾ. അവർ പരസ്പരം പെരുമ നടിക്കൽ, തകാസുർ, അവരെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഖബറുകളെ സന്ദർശിക്കുന്നത് വരെ. ഖുർആന്റെ ശൈലി അതാണ്. എന്താ രസം ഖുർആന്റെ ശൈലി, ഓരോ വിഷയങ്ങൾ എന്ന് പറയുമോ, അത് വേറൊരു വിഷയമാണ്, ഞാനത് പറയാം. ഖബറുകളെ സന്ദർശിക്കുന്നത് വരെ, അതുവരെ ഇതിലിങ്ങോട്ട് പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു ചക്രത്തിൽപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരിച്ചങ്ങോട്ട് പോണത് വരെ അവന്റെ ചിന്ത ഇത് തന്നെയായിരിക്കും. ഇത് മാത്രമായിരിക്കും. നൈബേഴ്സ് എൻവി ഓണേഴ്സ് പ്രൈഡ്. ഞാൻ പറഞ്ഞല്ലോ, എന്താണ് തകാസുർ? പരസ്പരമുള്ള പെരുമ നടിക്കൽ. അല്ലേ, എന്തിനോടുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം അതാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കോഴിക്കോട് ടൗണിലെല്ലാം മാവൂർ റോട്ടില് അല്ലെങ്കിൽ മൊയ്തീൻപള്ളി റോട്ടിലെ ഏതെങ്കിലും മുകളിലെ ഒരു കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ആളുകൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു. അല്ലെ, എത്ര തിരക്കിലാണ്, എത്ര മുഖമെല്ലാം കരിവാളിച്ച് പ്രയാസപ്പെട്ട് ഓടുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണ് ഈ ഓടുന്നതെന്ന് ചോദിച്ചാലുള്ള ഉത്തരം കേവലം ഭക്ഷണത്തിന് എന്നല്ല. ഭക്ഷണത്തിനുള്ള ഓട്ടം ഫാക്ടറിയിലേക്കാണ് ഓടേണ്ടത്, മറിച്ച് ഷോപ്പുകളിലേക്കാണ്. എന്തിനാണ് ഷോപ്പുകളിൽ പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇത് തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മാർക്കറ്റിങ്ങിന് ഈ രൂപത്തിൽ ബൂം ചെയ്തപ്പോൾ സ്വാഭാവികമായി തന്നെ സംഭവിച്ചത് കൂടുതൽ നേടുവാനുള്ള, കൂടുതൽ ഒരുക്കൂട്ടുവാൻ വേണ്ടിയുള്ള, കൂടുതൽ സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടിയുള്ള, കൂടുതൽ നെയ്ബേഴ്സ് എൻവി നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. ഫലം സമൂഹത്തിൽ ആത്മാവില്ലാത്തൊരു സമൂഹം വളർന്നു വരലാണ്.